ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി മോഡൽ എക്സാം ആണ്. ഹാഫ് ഇയർലി എക്സാം ആണ് വരുന്നത്. ആ ഹാഫ് ഇയർലി എക്സാമുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ്. സെക്കൻഡ് ടേം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാം എന്നൊക്കെ നമ്മൾ പറയുന്ന എക്സാം ആണ്. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കേരള സിലബസ് റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആദ്യം വായിച്ചു നോക്കുക, ആൻസർ എഴുതുക, അതിനുശേഷം മാത്രം തന്നിരിക്കുന്ന ആൻസർ കീ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ആദ്യം എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കും, ശേഷം മാത്രമേ ആൻസർ കീ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപം? മാർഗംകളി, ചവിട്ടുനാടകം, ഒപ്പന, തിരുവാതിര. ഇതിലേതാണെന്ന് എടുത്തെഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ ആരാച്ചാർ എന്ന പദവി ലഭിച്ചത് ആർക്ക്? ഗൃദ്ദ മല്ലിക്, ചേതന ഗൃദ്ദ മല്ലിക്, മീര ഗൃദ്ദ മല്ലിക്, ആരാധന ഗൃദ്ദ മല്ലിക്. ശരിയായ പ്രസ്താവന എടുത്തെഴുതുക. ലോകത്തെ നയിക്കുന്നവർ സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നയങ്ങൾ തിരുത്താൻ പാടില്ല. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടില്ല. തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കാതിരിക്കുക. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണമായിരിക്കണം ലോകത്തെ നയിക്കുന്നവരുടെ മുഖ്യ ചിന്താവിഷയം. ഇത് ചിന്താവിഷയമാണ് കേട്ടോ. ഇത് ചിന്താവിഷയമാണ്. നെക്സ്റ്റ് വരുന്നത് 4, ഇക്കളിത്തട്ടിലിരിക്കാം പോരൂ ഇത്തിരി നേരമൻ തത്തേ. ONV കുറുപ്പിന്റെ വരികളുടെ ആശയം വ്യക്തമാക്കുക. 5, നിശബ്ദതയല്ല 1000 ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർന്നു വന്നത്. സ്വപ്നച്ചിറകുകൾ എന്നുള്ളതിലെ വരികളാണ്. ഇവിടെ വരികളല്ല, സെന്റൻസ് ആണ്. ഇവിടെ സൂചിതമായ സംഭവം വിവരിക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, മാനിച്ചു നിന്ന് അച്ഛൻ കുമ്പിട്ട നേരത്തെങ്ങാന കളിക്കും മുതുകിലേറി. ബാലലീല എന്നതിലെ വരികളാണ്. മേൽ സന്ദർഭത്തിലെ ആശയം വിശകലനം ചെയ്ത് നിങ്ങളുടെ ഒരു ബാല്യകാല അനുഭവം കുറിപ്പെഴുതുക. ഇനി 7ാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലിയൊന്നുമില്ലെന്ന് ഇതോടെ തെളിയിക്കപ്പെടും. ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠത്തിൽ നിന്നുള്ളതാണ്. ഈ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. ക്വസ്റ്റ്യൻ 8, 100 അല്ലോ പരിണാമ നൂതന ഭംഗികൾ മുട്ടിടുന്നു. ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. നിമിഷം എന്ന കവിതയിൽ നിറയെ പ്രതീക്ഷയാണ്. സ്വാഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. 9, അരങ്ങിൽ ഞാൻ കണ്ട മഹാദൃശ്യം. NS മാധവൻ. എഴുത്തുകാരൻ കണ്ട മഹാദൃശ്യം എന്തായിരുന്നു? വിവരിക്കുക. 10, ലോകത്തിലെ എല്ലാ മതങ്ങളോടും മലാല യൂസഫ്സായി അഭ്യർത്ഥിക്കുന്നത് എന്താണ്? ഇനി അടുത്തത്, താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഒന്നരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. 2 ചോദ്യങ്ങളാണ്. 11A, 11B. രണ്ടിൻ്റെ ആൻസർ പറയാം. 11A, ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട്. അതിന് സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം. സ്വപ്നച്ചിറകുകൾ എന്നുള്ളതിലെ സെന്റൻസുകളാണ്. ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ബ്രേക്കിംഗ് ന്യൂസിലെയാണ്. പാഠസന്ദർഭങ്ങൾ വിലയിരുത്തി സ്ത്രീ സമത്വവും കേരളീയ സമൂഹം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ, മുറിഞ്ഞു വീഴും മുൻപ് മരം മഴുവിനോട് ചോദിച്ചു, എൻ്റെ ശിഖരം കൊണ്ടുണ്ടാക്കിയ നീ തന്നെ വേണമായിരുന്നു എന്നെ ഇല്ലാതാക്കാൻ. കഥയുടെ ആശയം, സമകാലിക പ്രസക്തി എന്നിവ കണ്ടെത്തി ആസ്വാദനം തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയായിരിക്കും. ഞാൻ രണ്ടിൻ്റെ ആൻസർ പറയാം. കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപം ചവിട്ട് നാടകമാണ്. സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ ആരാച്ചാർ ചേതന ഗൃദ്ദ മല്ലിക്. 3ാമത്തത് ശരിയായ പ്രസ്താവന, സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണമായിരിക്കണം ലോകത്തെ നയിക്കുന്നവരുടെ മുഖ്യ ചിന്താവിഷയം. അടുത്തത്, ഇക്കളിത്തട്ടിലിരിക്കാം പോരൂ ഇത്തിരി നേരമൻ തത്തേ. വരികളുടെ ആശയം, ഭൂമിയെ ഒരു കളിത്തട്ടായും അതിലെ പക്ഷികളെ തത്തകളായും കവി സങ്കല്പിക്കുന്നു. ഈ കളിത്തട്ടിൽ ഇത്തിരി നേരം വന്നിരിക്കാൻ കവി ക്ഷണിക്കുന്നത് ഭൂമിയുടെ നാശത്തെക്കുറിച്ചുള്ള വേവലാതി കൊണ്ടാണ്. മനുഷ്യന്റെ ഇടപെടലുകൾ കാരണം ഭൂമി നാശത്തിന്റെ വക്കിലാണെന്നും ഇനി അധിക കാലം ഈ സൗഭാഗ്യങ്ങൾ നിലനിൽക്കില്ലെന്നുമുള്ള തിരിച്ചറിവാണ് ഈ വരികളിലൂടെ കവി പങ്കുവയ്ക്കുന്നത്. 5, നിശബ്ദതയല്ല 1000 ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർന്നു വന്നത്. ഇവിടെ സൂചിതമായ സംഭവം വിവരിക്കുക.
സ്വപ്നച്ചിറകുകൾ എന്ന പാഠഭാഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവം മലാല യൂസഫ്സായിക്ക് നേരെ താലിബാൻ നടത്തിയ ആക്രമണത്തിന് ശേഷമുള്ള ലോകമെമ്പാടുമുള്ള പ്രതികരണമാണ്. ആക്രമണത്തിലൂടെ മലാലയെ നിശബ്ദയാക്കാമെന്ന് അവർ കരുതിയെങ്കിലും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ മലാലയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തി. ആയിരക്കണക്കിന് ആളുകൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിനായി ശബ്ദമുയർത്തി. ഇത് കാണിക്കുന്നത് അടിച്ചമർത്തലുകൾക്ക് ആശയങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. എ ഇല്ല, എ ഒരെണ്ണേ ഉള്ളൂ. മാനിച്ചു നിന്ന് അച്ഛൻ കുമ്പിട്ട നേരത്തെ ങ്ങാന കളിക്കും മുതുകിലേറി. മേൽ സന്ദർഭത്തിലെ ആശയം വിശകലനം ചെയ്ത് നിങ്ങളുടെ ഒരു ബാല്യകാല അനുഭവ കുറിപ്പെഴുതാനാണ്. ആദ്യം നമുക്ക് ഈ തന്നിരിക്കുന്ന സെന്റൻസ് ഒന്ന് നോക്കാം. ബാലലീല എന്ന കവിതയിലെ ഈ വരികൾ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അച്ഛൻ ജോലി തിരക്കുകൾക്കിടയിലും മകനോടൊപ്പം കളിക്കാനും സമയം കണ്ടെത്തുന്നു. അച്ഛൻ്റെ മുതുകിൽ കയറി കളിക്കുന്നത് ഒരു കുട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ്. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മളൊരു ബാല്യകാല അനുഭവം താഴെ നൽകുന്നു. താഴെ എഴുതിയിട്ടുണ്ട്, അത് കൊടുക്കാം. ഇതൊന്നും വേണ്ട കേട്ടോ, ഒന്നാണെന്ന് വരെ മതി. ഇനി നമുക്ക് അല്ലാതെ എഴുതേണ്ടതാണ്. എൻ്റെ ബാല്യകാല അനുഭവം പറഞ്ഞിട്ട് കൊടുത്ത് നിങ്ങൾ എഴുതുക. എനിക്കും ഇതുപോലെ അച്ഛനോടൊപ്പം കളിച്ച നിരവധി ഓർമ്മകളുണ്ട്. അച്ഛൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വാതിൽക്കൽ കാത്തു നിൽക്കുമായിരുന്നു. അച്ഛൻ വന്നയുടനെ എന്നെ തോളിലെടുത്ത് വീടിനു ചുറ്റും ഓടുമായിരുന്നു. അച്ഛൻ്റെ തോളിലിരുന്ന് ലോകം കാണുന്നത് എനിക്കിഷ്ടമായിരുന്നു. അച്ഛൻ ക്ഷീണിതനാണെങ്കിലും എൻ്റെ സന്തോഷത്തിനായി അതെല്ലാം മറന്ന് കളിക്കുമായിരുന്നു. ആ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിൽ മധുരമായി നിലനിൽക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ബാല്യകാല അനുഭവം എഴുതാട്ടോ. അടുത്തത് 7. സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലിയൊന്നുമില്ലെന്ന് ഇതോടെ തെളിയിക്കപ്പെടും. ഈ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗത്തിലെ ഈ പ്രസ്താവനയോട് പൂർണ്ണമായും യോജിക്കുന്നു. സ്ത്രീകൾക്ക് ശാരീരികമായ ചില പരിമിതികൾ ഉണ്ടെങ്കിലും ഇന്ന് അവർ എല്ലാ മേഖലകളിലും തങ്ങളുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. പൈലറ്റ്, സൈനിക, ശാസ്ത്രജ്ഞ തുടങ്ങിയ പണ്ട് പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ജോലികളിൽ ഇന്ന് സ്ത്രീകളുടെ സാന്നിധ്യം ശക്തമാണ്. സ്ത്രീകൾക്ക് അവസരം ലഭിച്ചാൽ അവർ അത് ഏറ്റവും മികച്ച രീതിയിൽ വിനിയോഗിക്കുമെന്ന് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നു. ലിംഗസമത്വം ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ആവശ്യകതയും ഈ പ്രസ്താവന ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് 8. 100,000 പരിണാമ നൂതന ഭംഗികൾ മുട്ടിടുന്നു. നിമിഷം എന്ന കവിതയിൽ നിറയെ പ്രതീക്ഷകളാണ്. നോക്കാം. ജി ശങ്കരക്കുറുപ്പിൻ്റെ നിമിഷം എന്ന കവിത ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും പ്രാധാന്യത്തെയും അതിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതീക്ഷകളെയും കുറിച്ചാണ് പറയുന്നത്. ഓരോ നിമിഷവും പുതിയ സാധ്യതകളും അവസരങ്ങളും നൽകുന്നു. പ്രകൃതിയിലെ മാറ്റങ്ങൾ പോലെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. പുതിയ പൂക്കൾ വിരിയുന്നത് പോലെ പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മനസ്സിൽ മുട്ടിടുന്നു. അതിനാൽ നിമിഷം എന്ന കവിത ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒന്നാണ്. 9. അരങ്ങിൽ ഞാൻ കണ്ട, ഇത് ഞാനാണ്, മഹാദൃശ്യം. എഴുത്തുകാരൻ കണ്ട മഹാദൃശ്യം എന്തായിരുന്നു? വിവരിക്കുക. എറണാകുളത്തെ TDM ഹാളിൽ വെച്ച് നടന്ന ഓണാഘോഷ പരിപാടിയിൽ അവതരിപ്പിച്ച ചവിട്ട് നാടകമായ കാറൽസ്മാൻ ചരിതം, അതിലെ രംഗങ്ങൾ, അതിനെയാണ് അരങ്ങിൽ ഞാൻ കണ്ട മഹാദൃശ്യം എന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. 10. ലോകത്തിലെ എല്ലാ മതങ്ങളോടും മലാല യൂസഫ്സായി അഭ്യർത്ഥിക്കുന്നത് എന്താണ്? സ്വപ്നച്ചിറകുകൾ എന്ന പാഠഭാഗം അനുസരിച്ച് ലോകത്തിലെ എല്ലാ മതങ്ങളോടും മലാല യൂസഫ്സായി അഭ്യർത്ഥിക്കുന്നത് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്നാണ്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശമുണ്ടെന്നും മതങ്ങൾ അതിന് തടസ്സമാകരുതെന്നും അവർ പറയുന്നു. അറിവാണ് ഏറ്റവും വലിയ ശക്തിയെന്നും അത് നേടാൻ എല്ലാവർക്കും അവസരം ലഭിക്കണമെന്നുമാണ് മലാലയുടെ പ്രധാന അഭ്യർത്ഥന. 11. സ്ത്രീ സമത്വവും കേരളീയ സമൂഹവും. വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീ സമത്വം കൈവരിക്കുകയും അത് കേരളീയ സമൂഹത്തിൽ അഭിമാനകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട്. അതിന് സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം എന്ന വാക്യം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെയും ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് എന്ന വാക്യം സ്ത്രീകളുടെ നേട്ടങ്ങളെയും സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസം സ്ത്രീകളെ ശാക്തീകരിക്കുകയും ലിംഗസമത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കേരളീയ സമൂഹത്തിൽ സ്ത്രീ സമത്വം ഒരു പരിധി വരെ കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള സ്ത്രീ ശാക്തീകരണം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്.
മരവും മഴവും നമ്മുടെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മെ തന്നെ നശിപ്പിക്കുന്നതിൻ്റെ ദാർശനികമായ ആശയമാണ് ഈ കഥാഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. മഴുവിൻ്റെ പിടി മരത്തിൻ്റെ ശിഖരം കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് സ്വന്തം നാശത്തിന് സ്വന്തം വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രതീകമാണ്. ഈ ആശയം പരിസ്ഥിതി നാശം, ആധുനിക സമൂഹത്തിലെ ആയുധ നിർമ്മാണം, മനുഷ്യൻ്റെ അത്യാഗ്രഹം തുടങ്ങിയ സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കാൻ പ്രകൃതി വിഭവങ്ങൾ തന്നെ ഉപയോഗിക്കുന്നു. കഥയുടെ ആശയം ചിന്തോദ്ദീപകവും സമകാലിക പ്രസക്തിയുള്ളതുമാണ്. ഈ കഥാഭാഗം മനുഷ്യൻ്റെ വിവേകമില്ലാത്ത പ്രവൃത്തികളെക്കുറിച്ച് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. ഇതിൽ ഞാൻ ഈ പറഞ്ഞ ആൻസേഴ്സ് തന്നെ നിങ്ങൾക്ക് എഴുതണമെന്നില്ല കേട്ടോ. തികച്ചും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പാഠം പഠിച്ച് മനസ്സിലായത് അത് എഴുതാവുന്നതാണ്. സോ ഇത് തന്നെ അല്ലല്ലോ ആൻസർ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമുക്ക് ആസ്വാദനം എഴുതുക അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതാനൊക്കെയാണ് മാക്സിമം ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് എഴുതാം. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ പാഠങ്ങളിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ ഭാഗങ്ങൾ നോക്കിയിട്ട് പോകണം എന്നുള്ളതിന് ആ ഒരു ബോധം ഉണ്ടാവാനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടി നന്നായി പഠിക്കാൻ ശ്രമിക്കുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും എക്സാം ആകുമ്പോഴത്തേക്കും. അപ്പോൾ തുടർന്നും നിങ്ങൾ ചാനൽ കാണുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.